ഖത്തർ ഒരു ചെറിയ രാജ്യമാണ്, പക്ഷെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്, ക്യാഷ് റിച്ച് ആയിട്ടുള്ള കൺട്രി. അവിടുത്തെ ഇലക്ട്രോണിക്സ് കമ്പനീസിലെ ലാർജസ്റ്റ് 3 കമ്പനികളുടെ ഇ കൊമേഴ്സ് ട്രാൻസ്ഫോർമേഷൻ മൊത്തം നമ്മളാണ് ചെയ്തിരിക്കുന്നത്. ഇ കൊമേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് അല്ല, ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റം, വെയർ ഹൗസ് മാനേജ്മെന്റ് സിസ്റ്റം, കംപ്ലീറ്റ് സൊല്യൂഷൻ. അതൊരു $1 ബില്യൺ കമ്പനീസിന്റെ സബ് ഡിവിഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ടോപ്പ് കമ്പനിയുടെ ടേൺ ഓവർ വരുന്ന ഒരു 1200 കോടി കാണും. രണ്ടാമത്തെ കമ്പനിക്ക് ഒരു 800 കോടി, മൂന്നാമത്തെ കമ്പനിക്ക് ഒരു 700 കോടി രൂപ. ഇത് മൂന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ മൈജി ചെയ്യുന്നിടത്ത് വരുന്നില്ല. ഞാൻ പറയുന്നത് കേരളം മാത്രം, ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, കേരളം. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അവിടെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് അവർ ആ ഇ കൊമേഴ്സിനെ കാണുന്നത്. സ്റ്റിൽ അവർ ബ്രേക്ക് ഇവൻ ആണെന്നല്ല, അത് പ്രോഫിറ്റബിൾ ബിസിനസ് ആണ്. ഒരു കാര്യം കൂടെ ഓർമ്മ വരും. അപ്പം ഞാൻ ഈ റീസെന്റ് ആയിട്ട് കൊച്ചിയിൽ ഒരു ഈവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു 1000 കോടി മേളിലെ ടേൺ ഓവർ ഉള്ള ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ആള് സംസാരിക്കുന്നതിൽ എനിക്കൊരു ഫീല് മനസ്സിലായത്, മോഹൻലാൽ പറയുന്ന പോലെ നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ ഇ കൊമേഴ്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്നാണ് ഫീലിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇറങ്ങി വന്നപ്പോൾ എനിക്കിത് കേട്ടിട്ട് രക്തം തിളക്കുകയാണ്. അത് അങ്ങനെ അല്ല. കാരണം എന്താ വെച്ചാൽ ഒരു റൈറ്റ് പാർട്ട്ണർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. റൈറ്റ് പാർട്ട്ണർ റൈറ്റ് രീതിയിൽ ചെയ്തൊരു സക്സസ് മോഡൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമുക്കിത് ചെയ്യാൻ പറ്റും.